2 മാസമായി മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ളത്തിനായി ഇരിങ്ങാലക്കുട ജല അതോറിറ്റി ഓഫീസിൽ ഓട്ടോ ഡ്രൈവറുടെ ഒറ്റയാൾ സമരം. ഇരിങ്ങാലക്കുട ഡാണാവിൽ ഓട്ടോ ഓടിക്കുന്ന തളിയക്കോണം 38-ാം വാർഡ് കരേക്കാട്ടുപറമ്പിൽ മോഹനൻ്റെ വീട്ടിൽ ജൂലൈ മാസം മുതൽ ജല അതോറിറ്റി പൈപ്പിലൂടെ വരുന്ന കുടിവെള്ളം മുടങ്ങിയിരുന്നു. തുടർന്നാണ് ഇദ്ദേഹം പരാതിയുമായി 2 മാസം മുൻപ് ഇരിങ്ങാലക്കുട ജല അതോറിറ്റി ഓഫീസിലെത്തുന്നത്. ചകിരി കമ്പനി റോഡ് മേഖലയിൽ പലർക്കും കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന പരാതി ആ സമയം നിലനിന്നിരുന്നു. ഇതിനിടയിൽ പലതവണ ഓഫീസിൽ കയറിയിറങ്ങിയെന്നും അദ്ദേഹം പറയുന്നു. ഏക ജീവിതമാർഗമായ ഓട്ടോ കയറ്റിയിട്ടിട്ടാണ് ഇരിങ്ങാലക്കുട ജല അതോറിറ്റി ഓഫീസിൽ വരുന്നത്. വളരെ സമയം ഇവിടെ പലപ്പോഴായി ചെലവഴിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വീട്ടിലെ കിണർ വെള്ളപ്പൊക്കത്തിന് ശേഷം ഉപയോഗശൂന്യമായെന്നും പൈപ്പ് വെള്ളം മാത്രമാണ് ഏക ആശ്രയമെന്നും അദ്ദേഹം പറയുന്നു. 2 മാസമായി നൽകിയ പരാതിക്ക് പരിഹാരം കാണാതെ വന്നപ്പോഴാണ് ഒഴിഞ്ഞ ബക്കറ്റും പ്ലക്കാർഡുമായി മോഹനൻ ബുധനാഴ്ച രാവിലെ ഇരിങ്ങാലക്കുട ജല അതോറിറ്റി ഓഫീസിൽ ഒറ്റയാൾ പ്രതിഷേധവുമായി എത്തിയത്. എൻ്റെ പേര് മോഹനൻ, കരേക്കാട്ടുപറമ്പിൽ, സ്ഥലം തളിയക്കോണം. വിഷയം എന്ന് വെച്ചാൽ എനിക്ക് വെള്ളം വരുന്നില്ല മുനിസിപ്പാലിറ്റി ലൈനിൽ നിന്ന്. അപ്പം മുനിസിപ്പാലിറ്റി ലൈനിൽ വെള്ളം വരാത്തത് കൊണ്ട് വെച്ചാൽ ഞാനാണെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക. എനിക്ക് അധികം ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പലപ്പോഴും വന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തതിൻ്റെ ഒരു പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അതെ, വാട്ടർ അതോറിറ്റി. അപ്പോൾ ഞാൻ അവരോട് വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർ പറയും 2 ദിവസം കഴിഞ്ഞ് വെള്ളം വരും, 2 ദിവസം കഴിഞ്ഞ് വെള്ളം വരും എന്ന് പറഞ്ഞ് 2 മാസം കഴിഞ്ഞു. എന്നിട്ട് ഇവരുടെ അടുത്ത് വരുമ്പോൾ ഇപ്പം മിനിഞ്ഞാന്ന് എഞ്ചിനീയർ വരാമെന്ന് പറഞ്ഞു. അവിടെ വന്ന് ഞാനവിടെ വീട്ടിൽ കുത്തിയിരുന്നു. എഞ്ചിനീയറൊന്നും വന്നില്ല, ആരും വന്നില്ല. പിന്നെ ഒരാൾ പ്ലംബറെ അവർ വിളിക്കാൻ പറഞ്ഞു. പ്ലംബർക്ക് 200 ആദ്യം കൊടുത്തു. വേറെ പ്ലംബർ വന്ന് അയാൾ പറഞ്ഞ 1000 അയാൾക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അയാൾക്ക് കൊടുത്തിട്ടില്ലേ. അപ്പം ഞാനാണെങ്കിൽ ഈ ഓട്ടോറിക്ഷ ഓടിക്കുക. എനിക്കാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞു. ആകെ ഇതായിട്ട് ഞാൻ പല പ്രാവശ്യമായിട്ട് ഇവിടെ വന്ന് പോവും. ഇവിടെ വന്ന് പറയും നിങ്ങൾക്ക് നാളെ തരും, മറ്റന്ന് തരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് മാസങ്ങൾ കഴിഞ്ഞു, വെള്ളം വരില്ല. ബില്ലാണ് ഇതേ വേറെ ബില്ല് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ വെള്ളം എടുക്കുന്നില്ല, 148 രൂപ വന്നിട്ടുള്ളൂ. ആ, മറ്റേ എനിക്ക് 300, 350, 400 വരാറുണ്ട് ആദ്യം. ഇപ്പോൾ വെള്ളം ഇപ്പോൾ ഈ മാസമായിട്ട് ഇപ്പം 148 വരുന്നത്. അങ്ങനെയാണ്. ഇവിടെ വന്നു വെച്ചാൽ ഞാൻ ജൂലൈ തൊട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ മാസം തൊട്ട് തുടർച്ചയായിട്ട് ഇവിടെ വന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പറയും നിങ്ങൾക്ക് ഇതേ മാറ്റാം, നാളെ വരും വെള്ളം, അവിടെ മറ്റന്നാൾ വരും വെള്ളം. ഈ നിലയ്ക്ക് ഇവർ പറഞ്ഞ് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു, വെള്ളം വരുന്നില്ല. ഇവരുടെ അടുത്ത് പരാതി പറയുമ്പോൾ അവിടെ കംപ്ലയിൻ്റ് ഉണ്ട്, ഇവിടെ കംപ്ലയിൻറ്റ്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് അറിയില്ല ഇതിനെ പറ്റി. എനിക്കാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ ആളാണ്. വാർഡ് 38-ാം വാർഡ്. കൗൺസിലർ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞു നോക്കി. അവർ പറയും ഇങ്ങോട്ട് വിളിക്കാന്ന് പറയും. അവർ വിളിച്ചെന്ന് എനിക്കറിയില്ലേ. പരിസരത്ത് മൊത്തം വെച്ചാൽ ഞങ്ങളുടെ അവിടെ 2-3 ലൈനുള്ളൂ. ഈ ലൈനിൽ, ആ ലൈനിലുള്ളവർക്ക് വെള്ളമില്ല. അവരിവിടെ ഒരാളിപ്പോൾ വന്നിരുന്നു, ഇവിടെ എൻ്റെ കൂടെ വന്നിരുന്നു. അപ്പോൾ അയാൾ ഇവരൊക്കെ ഇവിടെ പറഞ്ഞു നോക്കി കഴിഞ്ഞു. അവരൊന്നും അത്ര ഇത് ചെയ്തില്ലേ. പരാതി കൊടുത്തത് കൂടുതൽ ഞാനാണ്. കിണറുണ്ടെങ്കിൽ കിണർ ഉപയോഗിക്കാൻ പറ്റാണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് വെള്ളപ്പൊക്കം വന്നപ്പോഴേ ആ വെള്ളം വന്ന് ഫുള്ളായി. വെള്ളം വന്നില്ലേ, അതിന് ശേഷം പിന്നെ ആ കിണർ ഞങ്ങൾ ഉപയോഗിക്കില്ലേ. ഇവരേക്ക് വെള്ളം വന്നാൽ മതി. പൈപ്പ് കൂടെ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസ അടയ്ക്കാനോട് കുഴപ്പമില്ലേ, പൈസ അടയ്ക്കുക. പക്ഷെ വെള്ളം വരണം. ഇന്ന് വെള്ളം കിട്ടി കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം ഞങ്ങൾക്ക് വെള്ളം തുണി കഴുകാൻ പോലും വെള്ളമല്ലേ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. ഇവർ പറയും വാട്ടർ സപ്ലൈയിൽ എവിടെയോ കംപ്ലൈൻറ്റ് ഒന്നും ഇവർക്ക് അറിയില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാൻ ആദ്യത്തെ പ്രാവശ്യം 200 കൊടുത്ത് ഒരു പ്ലംബർ നോക്കി. രണ്ടാമത് പറഞ്ഞിട്ട് വേറെ പ്ലംബർക്ക് 1000 രൂപയാണ് അയാൾ ആവശ്യപ്പെട്ടത്. ഞാൻ അവർക്ക് പ്രൈവറ്റ് അല്ല, ഇവരെ കോൺട്രാക്ടേഴ്സാണ്. ഇവർ കോൺട്രാക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുള്ളൂ. ഇവർ പറയും ഇന്ന നമ്പറിൽ വിളിച്ച് പറയാൻ പറയുമ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടി വിളിക്കുക. അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ വിളിച്ചാൽ അവർ പെട്ടെന്ന് വരില്ല. വന്നു കഴിഞ്ഞാൽ ഇതാണ്. അപ്പം ഒരാൾക്ക് പൈസ കൊടുത്തിട്ടില്ലേ, 1000 രൂപ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അയാൾ പറഞ്ഞ് കുറേ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വെള്ളമില്ലേ. മോഹനൻ്റെ പരാതി ഈ അടുത്താണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഇരിങ്ങാലക്കുട ജല അതോറിറ്റി അധികൃതർ പറഞ്ഞു. ആ ഭാഗത്തേക്ക് ആഴ്ചയിൽ 2 ദിവസമാണ് വെള്ളം സപ്ലൈ ചെയ്യുന്നതെന്നും ആ ദിവസങ്ങളിൽ പരിശോധിച്ചാൽ മാത്രമേ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാൻ പറ്റുകയുള്ളൂ എന്നും കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോകുവാൻ ഉദ്ദേശിച്ചതാണെന്നും ആ ദിവസം റിപ്പയർ ജോലി ഏറ്റെടുത്ത കരാർ ജീവനക്കാരൻ അനാരോഗ്യം മൂലം അവധിയെടുത്തതിനാലാണ് മുടങ്ങിയെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതിനിടയിൽ മോഹനൻ ഒറ്റയാൾ സമരവുമായി ഇരിങ്ങാലക്കുട ജല അതോറിറ്റി ഓഫീസിലുണ്ടെന്നറിഞ്ഞ് നഗരസഭ 38-ാം വാർഡ് കൗൺസിലർ ലേഖ KR ഇവിടെ എത്തുകയും ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ എടുക്കുവാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 9:45 വന്നതാണ്. മണി 11:30 മണി കഴിഞ്ഞു. വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇപ്പോൾ കൗൺസിലർ എത്തി. കൗൺസിലർ 37 എൻ്റെ കൗൺസിലർ വന്നിട്ട് പറഞ്ഞു ആളുടെ കെയർ ഓഫിൽ പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞു. കൗൺസിലർ പേര് ലേഖ.
അവർ വന്ന് പറഞ്ഞു എന്നോട് അവരെ കയറോപ്പിൽ തീർത്ത് തരാമെന്ന്, നാളെ തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സമാധാനമായിട്ട് നീങ്ങാം. അപ്പോൾ ഈ എഞ്ചിയർ ആണത്, എഞ്ചിയർ കൂടെ വന്നിട്ട് പറഞ്ഞു നാളെ എല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞു. പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതം മൂടിയിരിക്കുകയാണ്. പരിഹരിക്കാമെന്നുള്ള ഉറപ്പിലാണ് ഇപ്പോൾ ഞാൻ പുറത്ത് പോണത്. അപ്പോൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. മോഹനൻ്റെ വീടുള്ള മേഖലയിൽ വ്യാഴാഴ്ച പൈപ്പിലൂടെ വെള്ളം സപ്ലൈ ചെയ്യുന്ന ദിവസമാണെന്നും അതിനാൽ പരിശോധനയ്ക്ക് എത്തുമെന്നും മോഹനന് ഉറപ്പ് നൽകിയെ തുടർന്ന് രാവിലെ 9:30 ആരംഭിച്ച പ്രതിഷേധം ഉച്ചയോടെ അവസാനിപ്പിക്കുകയായിരുന്നു.